നമുക്കറിയാം 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ഈ ചെമ്പഴന്തിയിൽ ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുക. ഈ നാട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലും സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസ രംഗവും നമ്മൾ നേടിയ പുരോഗതി അതിന് നാം ഒരുപാട് ആളുകളോട് കടപ്പെട്ടിരിക്കും. കേരളത്തിലെ ആ മാറ്റത്തിന് വേണ്ടി യത്നിച്ച നവോത്ഥാന നായകരിൽ മുൻപന്തിയിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥാനം. ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഓർക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യരെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഔട്ട്കാസ്റ്റ് എന്ന് പോലും വിളിച്ചിരുന്ന ഒരു കാലം. ജാതിയിൽ പോലും ഇല്ലായിരുന്നു. കുറെ പേർ ജാതിക്കും പുറത്തായിരുന്ന മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലം. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, ദേവാലയങ്ങളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോലും അവകാശമില്ലാതിരുന്നു, വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്നു ഒരു ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർ മനുഷ്യരാണ് എന്ന് ഉറക്ക പ്രഖ്യാപനം നടത്തി അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ തെറ്റുകളെയും അതിശക്തമായി ചോദ്യം ചെയ്തു ഗുരുദേവൻ. സൗമ്യമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ സാമൂഹ്യ രംഗത്ത് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രസക്തി. ആ വാക്കുകൾ ഇന്നും അത് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാം ഉണ്ടാകും. ശിവപ്രതിഷ്ഠ നടത്തി, സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് കണ്ണാടി പ്രതിഷ്ഠ നടത്തി, നീ തന്നെയാണ് അവൻ എന്ന് നിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച, എല്ലാത്തിനും മറുമരുന്നായി, എല്ലാ സംഘർഷങ്ങൾക്കും എല്ലാ ഭിന്നിപ്പുകൾക്കും ഇല്ല ഒരു മരുന്നായി ഗുരുദേവ ദർശനം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉത്തേജകമായി ഗുരുദർശനം മാറിയ കാഴ്ചയും നമ്മളെല്ലാം കണ്ടു. നമ്മൾ ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും മനുഷ്യരുടെ മനസ്സിലുള്ള ജാതിമത ചിന്തകളെ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ, ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്കെല്ലാമുള്ള നമ്മുടെ ശക്തിയും നമ്മുടെ ആത്മവിശ്വാസവും എല്ലാം ഗുരുദേവ ദർശനങ്ങളാണ്, ഗുരുദേവന്റെ വാക്കുകളാണ്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അന്ധകാരത്തിലേക്കാണ് വെളിച്ചം വരുന്നത് പോലെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിലേക്കാണ് ജ്ഞാനമാകുന്ന വെളിച്ചം വരുന്നത് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഇന്ത്യയിലെ നമുക്കൊരു ഭാരതീയമായ ഋഷി പാരമ്പര്യമുണ്ട്. വലിയൊരു പാരമ്പര്യമാണ്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഋഷി പാരമ്പര്യം. പക്ഷെ ആ ഋഷിവര്യന്മാരിൽ അവരെല്ലാവരും അന്വേഷിച്ചു പോയത് ആ പൊരുൾ തേടിയുള്ള അന്വേഷണത്തിനാണ്. അവർ പലരും പല മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. ജ്ഞാനമാർഗം തിരഞ്ഞെടുത്തു, കർമ്മമാർഗം തിരഞ്ഞെടുത്തു, അല്ലെ, ഭക്തിമാർഗം തിരഞ്ഞെടുത്തു, പൊരുൾ തേടി. ആ പൊരുൾ തേടി അവർ ആ പൊരുൾ കണ്ടെത്തിയപ്പോൾ അവരെല്ലാവരും ജീവിതത്തിലെ എല്ലാം പൂർത്തിയായി എന്ന് കണ്ടു. അവരെല്ലാം ഹിമവൽ ശൃംഗങ്ങളിലേക്ക് തപസ്സനുഷ്ഠിക്കാൻ പോയി. പക്ഷെ ഗുരുദേവൻ മാത്രം പൊരുൾ കണ്ടെത്തിയിട്ടും അദ്ദേഹം നോക്കിയത്, അതാണ് മറ്റുള്ള ഋഷിവര്യന്മാരിൽ നിന്നും ഗുരുദേവനെ വ്യത്യസ്തമാക്കുന്നത്. ഗുരുദേവൻ താഴേക്കാണ് നോക്കിയത്. താഴേക്ക് നോക്കിയപ്പോൾ ഉള്ള ജനങ്ങളുടെ ദീനതകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന ദാരിദ്ര്യം, ഇതെല്ലാം മാറ്റാനുള്ളതാണ് തൻ്റെ ദൈവികമായ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. പിന്നെ ഉണ്ടായത് ചരിത്രമാണ്, മാറ്റമാണ്. ആ മാറ്റമാണ്, ആ ആവേശകരമായ ചരിത്രമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് അഭിമാനിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ളത്. നമുക്ക് എൻ്റെ സ്വപ്നം കേരളം അഭിമാനത്തോടു കൂടി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം, ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പില്ലാത്ത ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു നാടാണ് കേരളം എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിളിച്ചു പറയാവുന്ന ഒരു ദിവസം ഉണ്ടാകണം. ഉറക്കെ നമുക്ക് പറയണം, നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശ്രീനാരായണീയരായി മാറണം.
ശ്രീനാരായണ ദർശനത്തെ ഹൃദയത്തിലേക്ക് അതിന്റെ മനോഹരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ലോകം മുഴുവൻ എത്തിക്കാൻ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. കേരളത്തിന്റെ അതിർവരമ്പുകളിൽ മാത്രം തളച്ചടക്കപ്പെടേണ്ട ഒരു ദർശനമല്ലാതെ അത് ഭാരതത്തിന്റെ അതിർത്തിയും കടന്ന് ലോകം മുഴുവൻ അത് സഞ്ചരിക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ഗാന്ധിയെ സന്ദർശിക്കാൻ വന്ന ഗാന്ധി ശിഷ്യനായ CF ആൻഡ്രൂസ് പറഞ്ഞത്, ഇത് ദൈവികതയുള്ള മനുഷ്യനാണ്, ദൈവമാണ് ഈ മനുഷ്യനെന്നാണ്, ദൈവതുല്യനാണ് ഈ മനുഷ്യനെന്നാണ് അത്ഭുതത്തോടു കൂടി CF ആൻഡ്രൂസ് പറഞ്ഞത്. അത്രയും ആളുകളിൽ ആ ഒരു വലിയ വശ്യത ഗുരുദേവൻ ഉണ്ടായിരുന്നു. എല്ലാവരോടും മഹാത്മാഗാന്ധിയും അദ്ദേഹവും നടത്തിയ സംഭാഷണം 100 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗാന്ധിയെ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മറ്റുള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അത് സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി നടത്തിയ സമരം. ആ സമരത്തെ സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള സമരമാക്കി മാറ്റാൻ മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ചതും ശ്രീനാരായണ ഗുരുദേവനുമായി അദ്ദേഹം നടത്തിയ സംഭാഷണം അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുദേവൻ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ വരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ആ സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരം ഇന്നും നമ്മൾ തുടരണം. ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ മുഖ്യധാരയിലേക്ക് വന്നു. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. വിദ്യാഭ്യാസം കൊണ്ടും മാറ്റം കൊണ്ടും അവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നു. അതിന് മാതൃകയാകാൻ കഴിയുന്ന സംസ്ഥാനമാക്കി നമുക്ക് കേരളത്തെ മാറ്റണം എന്നതാണ് നമ്മുടെ സ്വപ്നം. ശിവഗിരി ഉൾപ്പെടെയുള്ള ചെമ്പഴന്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഒരുപാട് പേർ അവരുടെ പുണ്യ സന്ദർശനത്തിനായി അവരെത്തുന്ന സ്ഥലമാണ്. അതെല്ലാം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ശിവഗിരിയും ചെമ്പഴന്തിയും എല്ലാം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പൂർണ്ണകായ പ്രതിമ വയ്ക്കണമെന്ന് ബജറ്റിൽ പറയാൻ കാരണം അതൊരു പ്രതിമ വയ്ക്കാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ശ്രീനാരായണ പഠന കേന്ദ്രം ഉണ്ടാകണം. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആ ശ്രീനാരായണ ദർശനത്തിന്റെ പഠനം നമുക്ക് വ്യാപിപ്പിക്കണം. ഒരു പൂർണ്ണകായ പ്രതിമയിൽ ഒതുങ്ങരുത് ഡൽഹിയിലെ ഗുരുദേവ കേന്ദ്രം എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. വലിയൊരു ശ്രീനാരായണ പഠന കേന്ദ്രം കൂടി, അതിനെ സംബന്ധിച്ച റിസർച്ച് ഉൾപ്പെടെ നടക്കുന്ന ഒരുപാട് അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടി നടക്കുന്ന ഒരു സ്ഥലമാക്കി കൂടി ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തെ മാറ്റണമെന്ന് കൂടി ഈ സർക്കാർ സ്വപ്നം കാണുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മനോഹരമായ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.